Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, all. Ma'am. Okay. Prayer ആരാണ്? ഞാൻ പാടാം, ma'am. Okay ആണ്. Good morning. Bless us, Lord, throughout the day. While at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Saivino. Ma'am, ഞാൻ thought of the day പറയാം. Okay ആണ്. Good morning, everyone. The human body is only an instrument for service, never for additions. Mahatma Gandhi. Thank you. Okay. സൈനിങ് പതിവ് പോലെ ഉണ്ടാവില്ലല്ലോ. ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മൂമെന്റ്സ് ആയിരുന്നു അല്ലേ? അല്ലേ കുട്ടികളെ? മൂമെന്റ്സ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ? Yes, ma'am. നമ്മൾ പറഞ്ഞു മൂവ്മെന്റ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്നായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതലായിരിക്കും, അവർക്ക് മെന്റൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കാൻ പറ്റും. സോ മൂവ്മെന്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഏത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സാധാരണ ക്ലാസ്സിൽ ഒരു പാസീവ് ലേണേഴ്സ് സാധാരണ ക്ലാസ് മുറിയിൽ ഒതുങ്ങിക്കൂടുന്ന കുട്ടികളുണ്ട്. അവരെക്കാളും കൂടുതൽ മെന്റൽ ഡെവലപ്മെന്റ് ആർക്കായിരിക്കും? നമ്മുടെ മോണ്ടിസോറി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം മൂവ്മെന്റ്സ് കൂടുതലുള്ള, ഇപ്പൊ സ്പോർട്സ് ആവട്ടെ, എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ആവശ്യമുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്ത കുട്ടികൾക്ക് കൂടുതലായിട്ട് മെന്റൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് കൈവരിക്കാൻ പറ്റും കമ്പയർഡ് ടു അതർ സ്റ്റുഡൻസ്. സോ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഓരോ ആക്ടിവിറ്റി ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത്, അത് നമ്മൾ വിചാരിക്കും മെറ്റീരിയൽസ് അല്ലേ, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം എന്നുള്ള അത്രയും നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ മെറ്റീരിയൽസ്. നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താണ് പുറത്ത് യൂസ് ചെയ്യുന്നത് അതിന് തന്നെ ഒരു മിനി നേച്ചർ ആണ്, അല്ലെങ്കിൽ ഒരു മിനി നമ്മൾ എന്താണ് പുറത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് തന്നെയാണ് നമ്മളിവിടെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ആർക്കിടെക്ചറൽ സ്കില്ല് എന്താണെന്ന് മനസ്സിലായോ? നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ പണിയാനുള്ള സ്കില്ലുകൾ അറിഞ്ഞൂടെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കിടെക്ചർ സ്കിൽ എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ആർക്കിടെക്ചർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയൽസ് ആണ് പിങ്ക് ടവർ ഒക്കെ കേട്ടോ. നമ്മുടെ പിങ്ക് ടവർ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് ഓൺലൈനിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ മെറ്റീരിയൽസ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്, ഇമേജ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ കുട്ടികൾ ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. അവർ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് അത് ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആദ്യം ചിലപ്പോൾ തെറ്റിപ്പോവും. ചിലപ്പോൾ ആദ്യം വെക്കേണ്ട ഒരു ബ്ലോക്സ് ആയിരിക്കില്ല വയ്ക്കുന്നത്, ചില മിസ്റ്റേക്ക് പറ്റാം. വീണ്ടും അവരത് റെക്ടിഫൈ ചെയ്ത് ഈ ബ്ലോക്സുകൾ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അവർക്ക് ചെറുപ്പത്തിലേ ഞാൻ പറഞ്ഞ ആർക്കിടെക്ചർ സ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് എങ്ങനെ പണിയണം എന്നുള്ള ചെറിയ ചെറിയ നോളജ് ഒക്കെ അവർക്ക് അവിടെ കിട്ടാണ്. അത് എന്ത് ചെയ്തോണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ കുട്ടീനെ നിർബന്ധിച്ച് ഒരു ബെഞ്ചും ഡെസ്കും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ എന്താ കൊടുക്കുന്നത്? അവർക്ക് ഫ്രീഡം കൊടുക്കുന്നത്, ഫ്രീ ടു മൂവ്. അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റും. സോ ഇവിടെ നമ്മൾ വുമൻസിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മള് ഒരു കോട്ടുണ്ടല്ലോ, ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി. എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ മാത്രമാണ് ഉണ്ടാവുക. നമ്മളെല്ലാവരും ഒരു നല്ല ഹെൽത്തി മൈൻഡ് വേണം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി മൈൻഡ് വേണം. അപ്പൊ ഹെൽത്തി മൈൻഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ
അപ്പൊ ഇപ്പൊ നമ്മളെ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും. ചിലവർക്ക് ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് വയലിൻ അതേപോലെ ഗിറ്റാർ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കും ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും പാഷൻ ഉണ്ടാവും. അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെ പൈസയുടെ ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ആർക്കൊക്കെയോ വേണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ആ ഓരോ ആഗ്രഹങ്ങൾ പോയി നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് എടുക്കുക, അതൊന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ നമുക്ക് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി കൂൾ ആവും. സോ നമ്മൾ ഹാപ്പി ആയിരിക്കാനായിട്ട് നോക്കും. സോ മൂമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് അന്ന് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഡാൻസ് ഒക്കെ മുടങ്ങിപ്പോയ കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്ക് നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു പ്രായം ഒരു തടസ്സമല്ല. സോ നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. സോ ഞാനിവിടെ പറഞ്ഞു വരുന്നത് മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. വെറുതെ ഒരു കാര്യം ചെയ്യാതെ നമ്മൾ കൊടുക്കുന്ന ലെക്ചർ നോട്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നതാണോ നല്ലത്, ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ എടുത്ത് ചെയ്യുന്നതാണോ നല്ലത്? ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ കുറച്ചും കൂടി നല്ലതാണെന്ന് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ചെറിയ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാനും അവർ നോർമലൈസ് ചെയ്താക്കാനും പറ്റും. പക്ഷെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാത്ത അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാത്ത കുട്ടികളുണ്ടാവും. അവരെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് ടൈം എടുക്കും. പിന്നെ അതേപോലെ നമ്മള് മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസിൽ പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കുട്ടികൾ ഏത് ആക്ടിവിറ്റി ആണ് ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ താല്പര്യം, അപ്പൊ ഏത് ആക്ടിവിറ്റി ആണ് അവർ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കാം. എല്ലാ ദിവസവും ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവന് ആ ആക്ടിവിറ്റി ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ താല്പര്യം. നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്യാം. മൂവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫിലായാലും ഒരു ചൈൽഡിന്റെ ലൈഫിലായാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളെ മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആണ് ഉള്ളത്, മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. മൂവ്മെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? മൈൻഡ് ആൻഡ് ബോഡി. സോ ഒരു വ്യക്തിയുടെ മൂവ്മെന്റ്സിൽ ഏറ്റവും ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് അവരുടെ മനസ്സും അവരുടെ ശരീരമാണ്. നമ്മുടെ മനസ്സ് എത്തുന്നിടത്തേക്ക് ശരീരം എത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെറിയ കോട്ടായിട്ടൊക്കെ പറയും. കാരണം എന്താണ്, നമുക്ക് മനസ്സിനോട് ശരീരത്തെ എത്തിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അവർക്ക് എന്താ പറയുക, ഫിസിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ കാര്യത്തിലും ചെറുപ്പത്തിലെ അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്പൈഡർമാനെ പോലെ പറക്കണം, അല്ലെങ്കിൽ തലകുത്തി മറിയണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അവരുടെ ബോഡി അത്രയും ഡെവലപ്ഡ് അല്ല. സോ മൈൻഡും ബോഡിയും പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മൂവ്മെന്റ്സ് പോസിബിൾ ആകുന്നത്. ഈ പാരഗ്രാഫ് ദ സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്, ആ ഒരു പാരഗ്രാഫ് ആരെങ്കിലും വായിക്കോ? ഇവിടെ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡിനെയാണ്, ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിനെയാണ്. അതൊന്ന് എഴുതി വെച്ചേക്ക്. വേറൊരു കോട്ട് രീതിയിൽ അവർ എഴുതിയിരിക്കുന്നതാണ് സ്പിരിറ്റ് മൈൻഡ്. നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം സ്പിരിറ്റ് എന്ന് വെച്ചാൽ മൈൻഡാണ്. ഫ്ലഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിനെ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആരെങ്കിലും റീഡ് ചെയ്യോ? ഞാൻ വായിക്കാം. ഓക്കെ. Spirit and flesh. According to Montessori, during the infant stage, the child wants to do many things but does not have the power to do it. It is like the spirit is willing but the flesh is weak. The flesh stands for almost absolute complexity of voluntary muscles with which we are endowed. They are the materials out of which the child will have to create his instruments. The child at birth lacks coordination because the development of his nervous system insufficient. He requires practice to develop his nervous system. It is the psychic development which creates movement. ഓക്കെ,
നമ്മള് മോണ്ടിസോറി പറയുന്ന സ്കൂളിൽ ഇൻഫന്റ് സ്റ്റേജ് കുട്ടിയുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഇൻഫന്റ് സ്റ്റേജിൽ കുട്ടിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തുണ്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ അത് മനസ്സിൽ ഒരുപാടുണ്ടാവും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നമുക്കത് ചെയ്യാനുള്ള എന്തുണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. നമ്മുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അത് ചെയ്യണം എന്ന് പറയും, പക്ഷെ നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കും. അപ്പൊ ഇത് മെയിൻ ആയിട്ട് വരുന്നതിന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡും ബോഡിയും കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഡിഫിക്കൽട്ടീസ്. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം പൂർണ്ണമായ വളർച്ചയിലേക്ക്, കുട്ടികളുടെ നെർവസ് സിസ്റ്റം പൂർണ്ണമായ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാവില്ല. സോ നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. സോ it is a psychic development with create movements. നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ത് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ മൂവ്മെന്റ്സിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്രെയിനിൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമുലേഷൻ. അതാരാ വായിക്കുന്നേ? ഞാൻ വിളിക്കണം ഓരോരുത്തരെ, എല്ലാരും എന്താ മാറിക്കണേ? അഖില, അഖില വായിക്കൂന്നേ. മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അശ്വതി വായിച്ചു. Movement and mental assimilation. The child creates through movement. His actual learning involves movement. The child also improves his mental powers by searching and sensation and movement. ഓക്കെ, ഇത് പറയുന്നത് മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമുലേഷൻ എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ ആണ്. അവൻ ഓരോ കാര്യങ്ങള് ഈ മൂവ്മെന്റ്സ് വഴിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കി അവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ മെന്റൽ പവർ ഇംപ്രൂവ് ചെയ്യാണ്. അവൻ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു, ഓരോ മൂവ്മെന്റ്സ് ചെയ്യുന്നു. ചിലപ്പോൾ അത് തെറ്റാണെന്ന് അവൻ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റില്ല, അവൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ചെയ്ത് നോക്കി അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റിൽ വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മെന്റൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അസിമുലേഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് മൂവ്മെന്റ് ആണ്. ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാനോ പറ്റില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് കൈവരിക്കാനായിട്ട് പറ്റും. സോ ഇനി മൂവ്മെന്റ്സ് ആൻഡ് ഡിസ്കവറി ആണ്. നമുക്ക് മൂവ്മെന്റ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഡിസ്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ എല്ലാപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ അടുത്ത്, മുമ്പത്തെ പോലെ ഫസ്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെ പോലെ നിങ്ങൾ ഒട്ടും ആക്റ്റീവ് അല്ല. അതെന്തുകൊണ്ടാ? മിക്കവരും വർക്കിന്റെ അടുക്കാണ് ഇത് കാണുന്നത്. ചിലവർ അതാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നത്. ഈ വീട്ടിലിരുന്ന് കാണുന്നവർ ഒന്നോ രണ്ടോ പേരാ, അവരാണ് ഈ മേക്ക് ഓൺ ആക്കിയത് പറയണത്. ഓക്കേടാ, എനിക്കറിയാത്തോണ്ടാട്ടോ ഞാൻ ചോദിച്ചത്. മാക്സിമം നിങ്ങൾ കേറുന്നുണ്ടല്ലോ, അത് തന്നെ നല്ലതാ. പോയേക്കുവാണ് നമ്മുടെ ഈ സ്കൂളിൽ ഇതിന് പോയേക്കുവാണ്, ഇന്റേൺഷിപ്പിന് പോയേക്കുവാണ്. അവിടെ അവരൊക്കെ ഉണ്ട്, അതാണ് ഈ മറുപടി പറയാത്തത്. ഓക്കേടാ, എനിക്കൊരു ഇത് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ബാക്കിയുള്ള എല്ലാ ബാച്ചിലെയും കുട്ടികൾ നല്ല ഇന്ററാക്റ്റീവ് ആണെങ്കിൽ തോന്നുന്നവര് നിങ്ങളുടെ അത്രയും ആയിട്ടില്ലല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ എനിക്ക് എന്തൊരു കുറച്ച് ദിവസമായിട്ട് എന്തോ വിഷമം, MT4 പിള്ളേര് പ്രതികരിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു എന്നുള്ളൂ കേട്ടാ. അപ്പൊ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, പിന്നെ നമ്മള് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഫ്രെയിം ബട്ടണിങ് ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തില്ലേ നമ്മള്? യെസ് മാം. കളറിംഗ് ബോക്സോ? ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആക്കണം. ഇന്ന് ജിഷ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു. സോറി, അശ്വതി മിസ്സിന്റെ ക്ലാസ് അല്ലേ? ഞാൻ പകരം കയറിയതാണ് കേട്ടോ. മിസ്സിനെ പെട്ടെന്ന് വയ്യാണ്ടായി, അപ്പൊ ഞാൻ പെട്ടെന്ന് കയറിയതാണ്. ഇനി പെട്ടെന്ന് ഇതൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് വന്ന് ക്ലാസ് എടുത്തു അങ്ങോട്ട് പോയതാണ്. സോ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്ക്. നമ്മള് മൂവ്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസും ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്പിരിറ്റ് ടു ഫ്ലഷ്, അതേപോലെ തന്നെ മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമുലേഷൻ. അസിമുലേഷൻ എന്നുള്ള വേർഡിന് പകരം അബ്സോർപ്ഷൻ എന്ന് എഴുതാട്ടെ നമുക്ക്. ABSORPTION, അബ്സോർപ്ഷൻ.
അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്നാലും കുഴപ്പമൊന്നുമില്ല. അസിമിലേഷൻ നമ്മൾ അധികം കോമൺ ആയിട്ട് കേട്ടിട്ടില്ലാത്ത വേർഡാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് വായിച്ച് അവിടെ വരെ ഒന്ന് വായിക്കാം കേട്ടോ എല്ലാവരും. മാം ഇതിന്റെ PDF ഇല്ല മാം കയ്യില്. ഇതിന്റെ PDF ഇല്ലേ? അതെന്താ പ്രിന്റ് എടുത്തിട്ടില്ലേ മക്കളെ? അത് ഇല്ല, അത് കുറെ കിട്ടിയാല് അതിൽ കുറച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ചാപ്റ്റർ ഇല്ല മാം. മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ല. ഇല്ല ഇല്ല. മോന്റെ പേരെന്താണ്? സ്നിത. നിത. ആ സ്നിത. സ്നിത എടാ ഞാൻ പേഴ്സണലായിട്ടും ഫോൺ നമ്പർ തരാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇത് കൊടുക്കാം. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ് മോനെ ഇത് ചാപ്റ്ററിന്റെ മാത്രം PDF അയച്ചു തരാൻ പറയാം. ഓക്കെ ഓക്കെ മാം. ഇതില് നമ്മളിപ്പോ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊന്ന് വായിച്ചു നോക്കട്ടോ. ആദ്യത്തെ 2 പാരഗ്രാഫ് ഞാൻ അയച്ചിരിക്കുന്ന സ്ക്രീനിൽ അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന സ്ക്രീനിൽ ഒന്ന് നോക്കി വായിച്ചു തന്നെ. എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ, ഇനി നമ്മുടെ മൊമെന്റ്സ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും മൊമെന്റ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മള് ഈ മെന്റൽ ഗ്രോത്ത് അതേപോലെ ഈ മൊമെന്റ്സ് ചെയ്യുന്നതിൽ മൂലം നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ എന്താ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും? കോൺസെൻട്രേഷൻ കമ്പയർ ടു അതർ സ്റ്റുഡൻസ് നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. സോ കോൺസെൻട്രേഷൻ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, മൂവ്മെന്റ്സിനെ സംബന്ധിച്ച് ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ മെന്റൽ ഗ്രോത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എന്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ ഒരുപാട് സ്കൂളുകള് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ കുട്ടികൾ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മോണ്ടിസോറി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോണ്ടിസോറി ബിലീവ്ഡ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് മെറ്റീരിയൽസ് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ വർക്കുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി കോൺസെൻട്രേഷൻ കംസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ പിങ്ക് ടവർ നമ്മൾ ജസ്റ്റ് പിങ്ക് ടവർ കാണുമ്പോൾ അത് ജസ്റ്റ് പിങ്ക് ടവർ അല്ലേ എന്ന് വിചാരിക്കും. നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പിങ്ക് ടവർ എന്ത് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണം. അതൊരു നിങ്ങള് മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ 3 വയസ്സോ അല്ലെങ്കിൽ ഒരു 2.5-3 വയസ്സുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് ഈ പിങ്ക് ടവർ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്തിട്ട് കുട്ടിയെ ഒന്ന് കാണിച്ചാൽ മതി. കാരണം കുട്ടി അത് ഓരോന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധയോടെ അത്ര കോൺസെൻട്രേഷനോട് കൂടിയായിരിക്കും അവനത് അറേഞ്ച് ചെയ്യുന്നത്. സോ അവിടെ അവന് കൈവരിക്കുന്ന ഒരു പവറാണ് കോൺസെൻട്രേഷൻ. കാരണം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയ്ക്കുന്ന പോയിന്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം തകർന്നു വീഴും. സോ
ഇവിടെ വേണ്ടത് കോൺസെൻട്രേഷൻ പവർ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കോൺസെൻട്രേഷൻ പവർ കിട്ടും. ഞാൻ പറഞ്ഞ പ്രായത്തിൽ ആർക്കെങ്കിലും മക്കളുണ്ടോ? വീട്ടില് നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ട് മിസ്. ആണ്. അപ്പോ ഈ പിങ്ക് ടവർ ഉണ്ടല്ലേ? ഓക്കെ. പിങ്ക് ടവർ നമ്മൾ കളറിംഗ് ബോക്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആണ്. പിങ്ക് ടവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതില്ലേ നമ്മുടെ എന്താണ് ശരിക്കും പറഞ്ഞാല് വുഡൻ ബ്ലോക്സ് ആണ്. നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച്, ഗൂഗിൾ അല്ലല്ലോ, ഗൂഗിളിലോ ഇത് ഫ്ലിപ്കാർട്ടിലോ. നമ്മുടെ ക്ലാസ്സിൽ കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? ആരാണത്? ഗ്രൂപ്പിൽ ഫോട്ടോ അയച്ചായിരുന്നു. മാം ആ. ഞാൻ സൈനയാണ്. ഞാനാ ഉണ്ടാക്കിയത്. ഞാൻ പ്ലൈവുഡ് ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഹസ്ബൻഡാ ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ്? ചാർട്ടാണോ? അല്ല, പ്ലൈവുഡ് ഇല്ലേ നമ്മുടെ മരത്തിന്റെ ആ പ്ലൈവുഡ്, അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഞാനിപ്പോ ആണല്ലേ? പുറത്ത് കാണിച്ചു തന്നെ, ഞാനിപ്പോ വീട്ടിലില്ല. ഓക്കേടാ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊന്ന് ചെയ്യിപ്പിച്ച് നോക്കണം, നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അവര് വന്ന് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി കുറച്ചും കൂടി അതെന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ആ ഒരു പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് മാറി നിന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പിങ്ക് ടവർ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കണം. വുഡൻ ആണ് ഏറ്റവും പ്രിഫറബിൾ. അല്ല, വുഡൻ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഫൈബറിന്റെയാണ് കുറച്ച് ചെയ്തതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ചാർട്ട് കൊണ്ട് റിലേറ്റ് ചെയ്യാം. ഞാൻ ഫൈബർ അല്ല, പ്ലൈവുഡ് നമ്മുടെ മരത്തിന്റെ വുഡിന്റെ തന്നെയാണ്. വുഡിന്റെ തന്നെ. ഓക്കെ, വുഡിന്റെ തന്നെയാണ്. ഓക്കെ. ഞാൻ പിന്നെ ചാർട്ട് കൊണ്ട് ചെയ്ത് കുട്ടികൾ കണ്ടിട്ടുണ്ട്. അത് കൂടാണ്ട് ടെർമോക്കോൾ ഉണ്ടല്ലോ, ടെർമോക്കോള് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ടെർമോക്കോൾ കട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് എങ്ങനെയാണ് പിങ്ക് ടവർ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഒരുപാട് ഐഡിയാസ് നമുക്ക് അതിന് കിട്ടും. അപ്പോ അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പിങ്ക് ടവർ പ്രിപ്പയർ ചെയ്യാന്ന് മാത്രമല്ല അത് അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ മക്കളെയും കൂടി ഒന്ന് പഠിപ്പിച്ച് നോക്കണം കേട്ടോ. അനുരാഗ് ആർക്കൊക്കെയാണ് ഉള്ളത്? മക്കള് ആരാണ്? ഓക്കേടാ. അപ്പം മോനും ഇതിന്റെ ടോയ് ഒന്നുണ്ട് മിസ് ഇവിടെ മോൾക്ക്. ആണ് അതേപോലത്തെ ടോയ് ഉണ്ടോ? ഇതേപോലത്തെ ടോയ് ഉണ്ട്. അപ്പൊ അവൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അത് ഇപ്പൊ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ മലത്തി വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ബോക്സിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളുടെ ഇതേപോലത്തെ ബോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മോനൊന്ന് ചെയ്ത് നോക്ക് പിങ്ക് ടവർ. ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. ചാർട്ട് പേപ്പർ ചെയ്തിട്ടുണ്ട്. അതെ മിസ്സേ. വീട്ടിലാണോ മോനിപ്പോ? അതെ, ഞാനിപ്പോ വീട്ടിലെ. കാണിച്ചോട്ടെ? കാണിച്ചു, ഞാൻ പിൻ ചെയ്യാം. ഓക്കെ. കാണുന്നുണ്ടോ മിസ്സേ? കാണാടാ. ഓക്കെ ഓക്കെ ഓക്കേടാ. അത് കറക്റ്റ് സൈസ് ആണോടാ? 1 സെന്റിമീറ്റർ കുറഞ്ഞാണോ അതിനകത്ത്? മിസ്സേ 10 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെ. 1 സെന്റിമീറ്റർ കറക്റ്റ് ആണ്. അവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. കറക്റ്റ് അല്ല, അവിടെ മുക്കും മൂലയൊന്നും ശരിയില്ല. ഓക്കേടാ. നല്ലതാണ്. അപ്പൊ പിങ്ക് ടവർ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ മോൾക്ക് കുട്ടി ഉണ്ടോടാ ശരണ്യ? ഉണ്ട്. എനിക്ക് 2.25 വയസ്സ്. ആളെ കൊണ്ട് ചെയ്യിച്ചു നോക്കണോ കേട്ടാ? മിസ്സേ, ഞാൻ ചെയ്തു കൊടുത്തു. അവള് ഭക്ഷണം കഴിക്കാതായപ്പോ ഞാൻ ഇങ്ങനെ ഓരോ മെറ്റീരിയൽസ് എടുത്ത് കയ്യിൽ കൊടുക്കും. ആള് ചെയ്യും. പിന്നെ അത് ആള് ചിലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ വലിച്ചെറിയും. കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതല്ലേ. ഓക്കെ. അത് ഇതായതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അതെ, കുഴപ്പമില്ല. അപ്പോ അവർക്ക് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ കുട്ടികൾ നല്ല രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് പവർ കിട്ടും എന്നാ പറഞ്ഞത്? കോൺസെൻട്രേഷൻ കിട്ടും. അവർക്ക് മെന്റലി കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂടും.
അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ആക്ടിവിറ്റീസ് ഇപ്പം ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ അമ്മമാരായിരിക്കും ഭൂരിഭാഗം പേരും. അങ്ങനെയാണെങ്കിൽ അല്ല കുറച്ച് വലുതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 3 to 6 ഒരു 7 years ഉള്ള കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ നമുക്ക് ഇത് ഓരോന്ന് അവർക്ക് ചെയ്യിപ്പിച്ച് നോക്കുക, ശീലിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം അവർക്കത് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. പക്ഷെ ചില കുട്ടികളുണ്ടല്ലോ, ചില കുട്ടികൾ 3 years അച്ചീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ 3 years ഒരു കറക്റ്റ് ആയിട്ട് ആ ആക്ടിവിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവര്, ചില കുട്ടികൾക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ചിലപ്പോൾ ഏജ് ഒരു പ്രശ്നമായിരിക്കും. ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അവർ പ്രോപ്പർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഡിഫറൻസ് ആണ്. അത് ഓരോ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ മൊമെന്റ്സും കോൺസെൻട്രേഷൻ തമ്മിൽ ഒരു പ്രത്യേക റിലേഷൻ ഉണ്ട്. മോണ്ടിസോറി പറയുന്നത് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എപ്പോഴും യൂസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നത്. കാരണം അവര് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ആക്ടിവിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവർക്ക് കോൺസെൻട്രേഷൻ പവർ ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. ഈ പാരഗ്രാഫ് ആരാ, ഈ ഒരു പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്. ഓക്കെ. Movement and concentration. According to Montessori, many schools use a variety of ways such as visual aids, stories, the capability of the teacher's manners, etc. to obtain attention and concentration of the children. Montessori believed that for concentration to come, children must be engaged with material, always with material, never without materials. This material must be an object which does not interest in an abstract manner, but it must lend itself to a positive activity which the child is led to repeat the movement again and again. She further remarked that this movement must have an intellectual atmosphere. ഓക്കെ, നമ്മള് ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വേസിലൂടെ മൂവ്മെന്റ്സ് നടത്തുന്നത്. ചിലപ്പോൾ വിഷ്വൽ എയ്ഡ്, ചിലപ്പോ എന്താ പറയാ പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ട് ഓരോ ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുക്കും, ചിലപ്പോൾ ഒരു കഥയിലൂടെ, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോൺസെൻട്രേഷൻ ഒക്കെയും ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ മോണ്ടിസോറി ബിലീവ് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുട്ടികൾ കൂടുതലായിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്താണ് കോൺസെൻട്രേഷൻ പവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഒബ്ജക്റ്റ് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. നമ്മൾ കുട്ടികളുടെ മൂവ്മെന്റ്സ് ഒരു പോസിറ്റീവ് രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില കുട്ടികള് റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കൂടുതലായിട്ട് കുട്ടികൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റീൽസ് ഒക്കെ കണ്ടിട്ട് ചിലവരിങ്ങനെ എന്താ പറയാ, അവർ പാമ്പുകുട്ടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു, അങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ടത് ചീത്തയാക്കി കളയുന്ന റീൽസ് ഒക്കെ കണ്ട് അവരുടെ സ്വന്തം പാവക്കുട്ടിനെ അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നല്ല ശരിക്കും പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല്. മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രോപ്പർ ആയിട്ടുള്ള മാനേഴ്സിലൂടെ ഒരു പോസിറ്റീവ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പിങ്ക് ടവർ, ഇപ്പൊ കുട്ടി കാണിച്ചിട്ടില്ല. പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആർക്കിടെക്ചർ സ്കില്ലാണ്. ചെറുപ്പം മുതലേ ആർക്കിടെക്ചർ സ്കില്ലാണ് അവരത് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഓരോ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസിനും അതിൻ്റെതായ യൂസസ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക, അത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഈ കുട്ടി ഇതേ ആക്ടിവിറ്റീസ് ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, അടുത്ത ദിവസം ചെയ്തു, റിപ്പീറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സോ അവൻ ആ ആക്ടിവിറ്റി ഇഷ്ടമാണ്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് സാധാരണ നോർമൽ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ മാത്രമല്ല, മെന്റലി റിട്ടേൺ ചിൽഡ്രൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ദിവസം ചെയ്ത ആക്ടിവിറ്റി ചിലപ്പോൾ നെക്സ്റ്റ് ഡേ വരുമ്പോൾ മറന്നു പോകാം. അപ്പൊ നമ്മൾ അവന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അവനെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിച്ച് അവനത് എന്ത് ചെയ്യണം, ഒരുപാട് നാളേജ് ഒക്കെ എടുക്കും. നമ്മള് മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോ ആക്ടിവിറ്റീസും റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവന്റെ മൈൻഡിലേക്ക് അതൊന്ന് സ്റ്റോർ ആകുന്നത്. സോ അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് അവൻ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പഠിക്കുന്നത്. സോ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് ഒരു ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ പറയാ, ഒരു
ഒരു എൻവയോൺമെന്റ്, നമുക്ക് എന്താ പറയാ, ഒരു അറിവിന്റെ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് പഠിക്കാൻ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആരാ പാരഗ്രാഫ് വായിക്കുന്നേ? അത് വായിച്ചണോ? ഓക്കെ, ഇനി അടുത്തത് കേട്ടാ, മൂവ്മെന്റ്സ്, റിപ്പീറ്റേഷൻ, ഡിസ്കവറി. നമ്മൾ ഓരോ ആക്ടിവിറ്റീസും നമ്മളിവിടെ പറഞ്ഞില്ലേ, എന്താണ്, മെറ്റീരിയൽസ് മസ്റ്റ് ബി ആൻ ഓബ്ജെക്ട് ഡസ് നോട്ട് ഇൻട്രസ്റ്റ് ഇൻ അബ്സ്ട്രാക്ട് മാനർ ബട്ട് ഇറ്റ് മസ്റ്റ് ലീഡ്സ് itself to positive activity which a child leads to repeat the movement again and again. ആ ഒരു ആക്ടിവിറ്റി അവൻ റിപ്പീറ്റ് ചെയ്യാണ്, again and again ചെയ്യാണ്. അവൻ അതിൽ നിന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റേഷനിൽ നിന്നും ഈ ഓരോ കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. സോ അതാണ് മൂവ്മെന്റ്സ്, റിപ്പീറ്റേഷൻ ആൻഡ് ഡിസ്കവറിയിൽ പറയുന്നത്. Montessori believed that even when a child has thought, he understands what he has learned. It is an important that child must go on repeating the same exercise for shelter of love of it. നമ്മൾ അവനത് മനസ്സിലാക്കി, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അവനത് മാറ്റി വെക്കില്ല, അവനത് വീണ്ടും വീണ്ടും ചെയ്യാണ്. സോ അതിൽ നിന്ന് അവൻ ആ റിപ്പീറ്റ് ചെയ്യുന്നത് മൂലം എന്താണ്, അവനൊരു കാര്യം അച്ചീവ് ചെയ്യുന്നുണ്ട്. അവൻ ആ ഒരു എന്താ പറയാ, ആ ഒരു അവൻ വീണ്ടും വീണ്ടും നമ്മളൊരു കാര്യം കുറെ നാളായിട്ട് ചെയ്യാതെ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളായാലും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ മറന്നു പോകാറുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഡാൻസ് ഒക്കെ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടാവും, ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ? ഇല്ല, ആരുല്ല? ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ഇതിൽ ആർക്കൊക്കെ തയ്ക്കാൻ അറിയാം, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആർക്കൊക്കെ അറിയാം? എനിക്കറിയാം. ഓക്കെ. സ്റ്റിച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ടാവും? എന്റെ ഡ്രസ്സും എന്റെ അമ്മയുടെ ഡ്രസ്സും മാത്രം തയ്ക്കും, വേറെ ആർക്കും തയ്ച്ചു കൊടുക്കില്ല. ഓക്കേടാ, ഞാനില്ലേ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിടയ്ക്ക് ഇതിന്ന് മറന്നുപോയി, സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറന്നതല്ല, അത് മെഷീനിലേക്ക് കിട്ടാതെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അത് മറന്നുപോയി, വിട്ടുപോയി. അപ്പൊ ഞാൻ ആ തയ്ക്കുന്ന കാര്യം അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത്, ആ മെഷേഴ്സ് എടുക്കുന്നതൊക്കെ മറന്നുപോയിട്ടാ. അപ്പോ ഞാൻ എന്ത് വിചാരിച്ചു, ഇങ്ങനെ എനിക്ക് കാര്യം അറിയാം, കാരണം മുമ്പ് ഞാൻ നന്നായിട്ട് തയ്ച്ചിരുന്നതാണ്. സോ അത് ഞാൻ ചെയ്യാതെയായി. അപ്പൊ എന്താണ്, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അത് ചെയ്യണ്ടേ? ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ ആദ്യം ചെയ്തൊക്കെ കുറെ നാളെത്തിയിട്ടുണ്ട്, 5-6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടാ. അപ്പൊ ആദ്യം സ്റ്റിച്ച് ചെയ്തൊക്കെ കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. മോൾക്കാണ് സ്റ്റിച്ച് ചെയ്തത്, ഞാൻ ചെറിയ ഫ്രോക്ക് ഒക്കെ തയ്ച്ചു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ആദ്യമൊക്കെ തയ്ക്കുമ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, നമുക്കത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നു. പിന്നെ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കി, വീണ്ടും വീണ്ടും വെച്ചാൽ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു. സെയിം ഐറ്റം തന്നെ വേറെ മെറ്റീരിയൽസ് എടുത്തു, അത് വെച്ചിട്ട്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് ഇവിടെ പൈസയുടെ ഒന്നല്ല കേട്ടാ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ എന്താ പറയാ, ബാലൻസ് വരുന്ന പീസ് കിട്ടും. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് മോക്ക് ചെറിയ ചെറിയ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്തപ്പോ എനിക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം ആദ്യം ചെയ്തപ്പോ ഒത്തിരി മിസ്റ്റേക്ക് ഉണ്ട്, എന്നാൽ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോ ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി വരുന്നത് എനിക്ക് മനസ്സിലായി. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അത് സെയിം സ്റ്റൈലാണ്, സെയിം രീതിയിലാണ് ചെയ്യുന്നത്. എന്നാലും ഞാൻ ആദ്യം ചെയ്ത വർക്കിനേക്കാളും കുറച്ചും കൂടി നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് മനസ്സിലായി. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം ചെയ്തു, അത് പഠിച്ചു, ഓക്കെ ആണ്, അത് അവിടെ വയ്ക്കാനേക്കാളും നല്ലത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് അതിൽ നിന്ന് നമുക്കൊരു പവർ കിട്ടും. നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് ഒരു പെൻസിലൊക്കെ ഉണ്ടല്ലോ, സാധാരണ ഒരു പെൻസില് എപ്പോഴും ഷാർപ്പ് എഴുതി അത് വീണ്ടും ഷാർപ്പ് ചെയ്ത് വീണ്ടും എഴുതി വരുമ്പോ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്ലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല, നമ്മൾ കുറച്ച് എഴുതിയിട്ട് ആ പെൻസിൽ അങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ആ പെൻസിലിൽ തന്നെ വിഷമാവും, നമ്മളത് യൂസ് ചെയ്തില്ലല്ലോ എന്നുള്ള വിഷമാവും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, പഠിച്ച കോഴ്സ് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ചിലവര്
പെട്ടെന്ന് ജോലിക്ക് കയറും. ചിലവർക്കാണെങ്കിൽ ജോലിക്ക് കയറാനായിട്ട് ചിലപ്പോ ഫാമിലി അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് സോഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുട്ടികളെ എന്താ പറയാ, കുട്ടികളെ കുറച്ചുകൂടി വലുതായിട്ട് കയറിയാൽ മതി എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ നിങ്ങളത് ഓർക്കാതെ വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ഒരു മറവി സംഭവിക്കുകയാണ്. നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്മളത് ഓട്ടോമാറ്റിക്കലി മറന്നു പോകും. ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സ് മാത്രം, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എവിടെയൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തയ്യലൊക്കെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യം വന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തില്ല, യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പൊ ഞാൻ അത് അവിടെ എവിടെയോ വെച്ചു. പക്ഷെ ഞാനൊരു സ്റ്റേജിൽ മനസ്സിലാക്കി, ഞാൻ എന്തിനാ ഇത്രയും പൈസ കൊടുക്കുന്നേ, എനിക്കറിയാം, എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഇന്നത്തെ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ റേറ്റ് അറിയാലോ എല്ലാവർക്കും. ആരോടും ചോദിക്കണ്ട. സോ എനിക്ക് തന്നെ ചെയ്തോടെ എന്ന് ഞാനത് തിരിച്ചറിയുകയും ഞാനൊരു മെഷീൻ വാങ്ങിച്ച് ഞാൻ അത് ചെയ്തു തുടങ്ങി. അതേപോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യര് എന്താണ് എന്താ പറയുക, ഒരു പേഴ്സണെ പെർഫെക്റ്റ് ആക്കാനായിട്ട് പ്രാക്ടീസ് മേക്ക് ടു മാൻ ടു പെർഫെക്റ്റ്. നിങ്ങൾ ആ കോട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞൊരു പഠിച്ചില്ലേ, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഓരോ മനുഷ്യരും പെർഫെക്റ്റ് ആവുന്നത്. സോ റിപ്പീറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രാക്ടീസ് ആണ്. റിപ്പീറ്റ് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ആ ചെയ്ത ആക്ടിവിറ്റി തന്നെ അഗെയിൻ ആൻഡ് അഗെയിൻ അവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അവന് ചില ആക്ടിവിറ്റീസ് അവൻ അഗെയിൻ ഓട്ടോമാറ്റിക്കലി റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ എന്താണ്, എനിക്ക് സൈക്കിൾ ഔട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെറുപ്പത്തിലേ മുതൽ സൈക്കിൾ ഔട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾക്ക് അതേപോലെ ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോ ഓരോ എന്താ പറയാ ഓരോ കാര്യങ്ങൾ. അപ്പൊ കുട്ടി ആ ഒരു ആക്ടിവിറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ അവൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവനത് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അവനത് നമ്മളത് പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഒരു ആക്ടിവിറ്റി ചെയ്തു അത് പഠിച്ചു മാറ്റി വെക്കുകയല്ല വേണ്ടത്, നമ്മളത് ചെയ്യണം. നമ്മുടെ ലൈഫിൽ അത് പ്രാക്ടിക്കൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സഡൻ ഇലൂമിനേഷൻസ്. ഇലൂമിനേഷൻ വെച്ചാൽ മീനിങ് എന്താ? എന്താണത് ഇലൂമിനേഷൻ? ഇലൂമിനേറ്റ് നേടുന്നോ? ആരും കേട്ടിട്ടില്ല? പ്രകാശം, നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഇടില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇലൂമിനേറ്റ് ചെയ്യുന്ന ലൈറ്റുകൾ ക്രിസ്മസിനൊക്കെ ഇടവില്ലേ? ഓക്കെ, സഡൻ ഇലൂമിനേഷൻ അത് ആലോചിച്ചാൽ അതൊരു പ്രകാശമാണ്. നമ്മള് ഞാൻ കാര്യം പറയട്ടെ. ഇപ്പോ ഒരാള് എന്താ പറയാ, ഒരാൾ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. അവര് പിന്നെ ഫാമിലി അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് പിന്നെ അവര് ഡാൻസ് ഒന്നും കണ്ടിന്യൂ ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ഏജില് ചെറുപ്പത്തിൽ ആ ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒരുപാട് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ വേറൊരാള് അത്ര പ്രൈസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, എന്നാലും ഒരു ആവറേജ് ആയിട്ടാണ് ചെറുപ്പത്തിലേ മുതൽ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് അവര് ലൈഫ് ലോങ് ആ ഒരു പ്രാക്ടീസ് കുറച്ച് ടൈം എങ്കിലും ആ ഡാൻസിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി ചിലപ്പോൾ ഒരു ഹാഫ് അവർ ഒക്കെ അവർ സ്പെൻഡ് ചെയ്യാറുണ്ട്. മറ്റാള് ലൈഫ് ബിസി ലൈഫ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ഹൗസ് വൈഫ് റിലേറ്റഡ് ആയിട്ട് വന്നപ്പോ അവര് പ്രാക്ടീസ് ചെയ്യാനൊക്കെ മറന്നു. അപ്പൊ പെട്ടെന്ന് ഒരു എന്താ പറയാ, പെട്ടെന്ന് നമ്മള് എന്താ പറയാലോ, സെന്റ് ഓഫ് അല്ലല്ലോ, റീയൂണിയൻ വെച്ചു. അവരുടെ കുട്ടികളെല്ലാവരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒരു റീയൂണിയൻ വെച്ചിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് നമ്മളുടെ പഴയ ഒരു ഭയങ്കരമായിട്ട് പ്രൈസ് ഒക്കെ വാങ്ങിച്ച ആ കുട്ടീനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ആ കുട്ടി വന്ന് പെർഫോം ചെയ്യാണ്. ആ കുട്ടി പെർഫോം ചെയ്തപ്പോ അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല എന്ന് വിചാരിക്കും. ആ കുട്ടീനെ വിളിച്ചു. പിന്നെ നമ്മളിപ്പോ പറയില്ലേ, അത്രയും പ്രൈസ് ഒന്നും ഇല്ലാതെ ഇത് പഠിച്ച് ഇപ്പൊ കുറെ നാളായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ടൈമെങ്കിലും അതിനുവേണ്ടി മാറ്റി വെക്കുന്ന ഒരു കുട്ടീനെ വിളിച്ചു. അപ്പൊ ഈ രണ്ട് കുട്ടികളും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാണ്, ഡാൻസ് പെർഫോം ചെയ്യാണ്. അപ്പൊ ഒട്ടും പ്രാക്ടീസ് ചെയ്യാത്ത അല്ലെങ്കിൽ അത് എവിടെയോ വെച്ച് മറന്നു പോയൊരു കുട്ടി, അല്ലെങ്കിൽ അത് ഒട്ടും മുമ്പ് ഒരുപാട് പ്രൈസും ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ പോലും ആ കുട്ടീനേക്കാളും നല്ല ഭംഗിയായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ആ കുട്ടിക്ക് കളിക്കാനായിട്ട് പറ്റും, അല്ലേ? അങ്ങനെയല്ലേ? അതെ മാം. Yes, ma'am.
നമ്മളുടെ കഴിവുകൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? അതൊരു പ്രകാശം വരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ കുട്ടികളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് ഓക്കെയാണ്. നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഞാനത് പറഞ്ഞു തരാണ്. അപ്പൊ എനിക്ക് എവിടേക്കോ എന്താ പറയാ അത് കണക്ട് ചെയ്യാനായിട്ട് വരുന്നത്. നിങ്ങൾക്കും അതേപോലെ തന്നെയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് കിട്ടും. അത് ചിലപ്പോൾ പഠിപ്പിക്കുന്നതാവാം, നമ്മളൊരാളെ ടീച്ച് ചെയ്യുന്നതാവാം, അങ്ങനെ പല ഒരു ആക്ടിവിറ്റിയിലൂടെ എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് ആ ഒരു റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ അതിന്റെ ഒരു നമ്മളുടെ ആ ഒരു പ്രകാശം നമുക്ക് കൈവരിക്കും. പ്രകാശം എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ ഡെവലപ്മെന്റ് കൂടും. അപ്പോ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളില് റിപ്പീറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് എന്താണ് റിപ്പീറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു എനർജി ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. It's important to repeat the same exercise again and again. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം again and again ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കൈവരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? This is absolutely important for mental development because it is an after much recurrence suddenly comes a mental illumination. നമ്മുടെ മൈൻഡിലേക്ക് ഒരു പ്രകാശം വരുത്താനായിട്ട് ഈ ഒരു ആക്ടിവിറ്റിക്ക് പറ്റും. അപ്പോ നമ്മളൊരു കാര്യം പഠിച്ചു, അതവിടെ നിങ്ങൾക്ക് എല്ലാവരിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ അത് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അത് ലേൺ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യാതെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് എന്ത് ചെയ്യണം, അത് കണ്ടെത്തി അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടെ കയ്യിൽ ഒതുക്കുകയും വേണം. അപ്പൊ നമുക്ക് വിചാരിക്കും ടൈമില്ല, ഒന്നും ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയും. പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടൊക്കെ പാടുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുപ്പത്തിലെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പാട്ട് പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അതിനുള്ള ടൈം നമുക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടൈം കണ്ടെത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ, വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പൊ പാട്ടൊക്കെ കേട്ട് അതിനൊപ്പം പാട്ടൊക്കെ പാടി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. നമ്മള് ഇപ്പൊ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മെന്റൽ ഇലൂമിനേഷൻ, ആ ഒരു പ്രകാശം നമ്മുടെ മനസ്സിൽ തന്നെ ആ പ്രകാശം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ഹാപ്പിനെസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മോണ്ടിസോറി എക്സ്പ്ലോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ സ്ഫോടനങ്ങളാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെന്റൽ ഗ്രോത്തിന്റെ എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു എനർജി അച്ചീവ് ചെയ്യുന്നത്, നമ്മൾ ആ സ്പിരിറ്റിലേക്ക് എത്താണ്. നമ്മൾ ഇത്രയും നാള് കുട്ടികളെ എന്താ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഡീവിയേറ്റഡ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് എടുത്തു, അവരെ ട്രെയിൻ ചെയ്തു, അവരെന്ത് ചെയ്തു, നോർമൽ ചൈൽഡ് ആക്കി. നമ്മൾ ഒരു ഒരുമയോട് കൂടി ഒരു കെട്ടുറപ്പോട് കൂടി അവരെന്ത് ചെയ്തു, ബിൽഡ് ചെയ്ത് അവർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തു അവർ ആ ഒരു മെന്റൽ ഗ്രോത്തിലേക്ക് എത്താണ്. Montessori state that the evidence of involved mental growth reveals itself with an almost explosive violence. Okay, she said that the experience are the common that it is called Montessori explosion. Example of such explosions are reading, writing. അപ്പോ നമ്മൾ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഓരോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ABC നമ്മൾ ഓറലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞൊരു സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടികൾ നോർമലി അവര് ഒരു ചോക്ക് അല്ലെങ്കിൽ പെൻസിലൊക്കെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് അവർ എഴുതാനായിട്ട് ശ്രമിച്ചു തുടങ്ങണം നമുക്ക് കാണാൻ പറ്റും. നമ്മള് എഴുതണമെന്ന് നമ്മളോട് ഡിമാൻഡ് ചെയ്യും. അവർ പറയും അവർക്ക് എഴുതണം എന്ന് താല്പര്യമുണ്ട്, അവർ നമ്മളോട് ഡിമാൻഡ് ചെയ്യും. കാരണം നമ്മളുടെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ മോണ്ടിസോറിയിൽ ഉണ്ടാവുന്നത്. ചിലവരപ്പോ കൂടുതൽ ഇപ്പൊ യങ്ങർ വൺസ് അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ, എൽഡർ വൺസ് കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കാണാണ്, അതേപോലെ തന്നെ അവർക്ക് താല്പര്യം തോന്നും. അപ്പൊ അവിടെ ഒരു മെന്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പോഷർ സംഭവിക്കുകയാണ്. അവർക്ക് മനസ്സിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അവിടെ നമ്മൾ ഇനി എന്താണ് എഴുതാൻ പഠിക്കണം, അത് വായിക്കാൻ പഠിക്കണം. അവർ റീഡ് ചെയ്യും. സ്റ്റോറി ബുക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കും. അപ്പൊ റീഡ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്,
അവർക്കത് വേണം എന്ന് അവര് ഡിമാൻഡ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തോളൂ, അവർക്ക് എന്ത് വേണമെന്ന് അവർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും. പിന്നെ മോണ്ടിസോറിയില് നമ്മൾ വിചാരിക്കും നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ മതി, ഓക്കെ ഇത്രയും മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല കേട്ടോ. നമ്മള് ഓരോ സ്റ്റേജ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടൈം ടു ടൈം അനുസരിച്ച് നമുക്ക് അഡീഷൻസ് വേണ്ടി വരും. ഓരോ മെറ്റീരിയൽസ് പുതിയ മെറ്റീരിയൽസ് നമ്മുടെ എന്താണ് നമ്മുടെ നമ്മുടെ മെറ്റീരിയൽസ് ആയിട്ട് അല്ല നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദ മെറ്റീരിയൽസ് ആസ് ദ ഗേറ്റ് വേ ടു ന്യൂ ഡിസ്കവറീസ്. ഈ പറയുന്ന മെറ്റീരിയൽസ് ആണ് നമുക്കൊരു നേർരേഖ. ഈ പുതിയ ഡിസ്കവറീസ് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ മെറ്റീരിയൽസ് ആണ്. By the children are advised, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. While the children are advised to use each of the materials in a particular way. അപ്പൊ നമ്മള് ആരായിരുന്നു ശരണ്യയുടെ മോള് എനിക്ക് അറിഞ്ഞൂടാ ഇതേപോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടത് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ടവർ പോലെ ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് പാരലൽ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പല രീതിയിലും ഈ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനൊക്കെ വരും. ഇറ്റ് ഈസ് ഓഫ്റ്റൻ എക്സ്പോസ് ബൈ ദ ചിൽഡ്രൻസ് ടു ന്യൂ വേ ടു യൂസ് ദ മെറ്റീരിയൽ. നമ്മൾ ഒരിക്കലും അപ്പൊ ആ കുട്ടികളെ നിർബന്ധിക്കരുത്, മക്കളെ ഇത് ടവർ ഉണ്ടാക്കേണ്ട മെറ്റീരിയൽ ആണ്, ടവർ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ, ഇതൊന്നും നമ്മൾ അവരെ കമ്പൽ ചെയ്യരുത്. അവർ ഓരോ മെറ്റീരിയൽസും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ബിൽഡ് ചെയ്യട്ടെ. അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ, അവരുടെ മൈൻഡിൽ നിന്നുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ അനുസരിച്ച് അവർ ബിൽഡ് ചെയ്യട്ടെ. In this way, the child will be led to discover new facts and new relationship. അപ്പോൾ പുതിയ ഫാക്ട്സുകള് പുതിയ റിലേഷൻഷിപ്പ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. പുതിയ കാര്യങ്ങൾ അവർ ലേൺ ചെയ്യും. എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് വേറെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികള് ഇപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളാണെങ്കിൽ പോലും അവര് ഒരു കാര്യം എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതല്ലാതെ വേറെ രീതിയിൽ അവർ അറേഞ്ച് ചെയ്യും. ഇപ്പൊ സാധാരണ ടവർ ആണെന്ന് വിചാരിക്കും, അവര് ക്രോസ് ആയിട്ട് ടവർ അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ നീക്കി അറേഞ്ച് ചെയ്യും. അത് നടുക്കേ കൂടി ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടുണ്ടാവും. അപ്പൊ അവരെ പല രീതിയിൽ അവർ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പഠിക്കാണ്. സോ ന്യൂ ഡിസ്കവറീസ്, ഒരു മെറ്റീരിയൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, പല രീതിയിൽ നമുക്ക് പല ഐഡിയാസ് കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു മൊമെന്റ്സ് കൈവരിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്രയുമാണ് മൊമെന്റ്സിൽ പറയുന്നത്. സോ ഞാൻ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ 3 ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എടുത്തത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് എടുത്തത്. സൊസൈറ്റി ഓഫ് കൊഹീഷൻ, മൊമെന്റ്സ്. ഈ 3 ചാപ്റ്റർ നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒക്കെ പഠിച്ചത് സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. അത് കഴിഞ്ഞ് ഡെവലപ്മെന്റിലേക്ക് വന്നു, ദെൻ സൈക്കോളജി, പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ്, സ്കൂൾ മാനേജ്മെന്റ്. ഇത്രയും പോർഷൻസ് നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും പോർഷൻസ് വിട്ടു പോയിട്ടുണ്ടോ എന്ന്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആണോ നോക്കി? ആരെങ്കിലും കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ആണ്, ഓക്കെ. 8 ചാപ്റ്ററും കംപ്ലീറ്റ് ആണ്. ഇനി അടുത്ത ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് എടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യോ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ടോ? പാർട്ട് 2 മിസ് ചോദിക്കണേ. പാർട്ട് 2 അത് ഫുള്ളൊക്കെ എടുത്തതാ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മിസ് അല്ല എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ആരെടുത്തത്? ജിഷ മാം എടുത്തു. ഓക്കെ, കംപ്ലീറ്റ് ആണ്. ഇനി മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങില് ഇനി കംപ്ലീറ്റ് ആവാത്ത ഏതാ ചാപ്റ്റേഴ്സ്? ടെൻഡൻസി ഓഫ് മാൻ ഉണ്ടോ? എടുത്തിട്ടില്ലല്ലോ. ഇല്ല മിസ്, അത് എടുത്തിട്ടില്ല. പിന്നെ ജിഷ മിസ് ഇപ്പൊ ഏതെടുത്തോണ്ടിരിക്കണേ? 7th മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 10ഉം സെയിം ആണ്, മോണ്ടിസോറി റിലേറ്റഡ് ആണ്. ജിഷ മിസ് ആയിരിക്കും. താഴത്തേക്ക് വരുമ്പോ സ്കൂൾ മാനേജ്മെന്റിൽ ഏതെടുത്തിട്ടുള്ള എടുക്കാത്തത്? കംപ്ലീറ്റ് ആണോ അത്? സ്കൂൾ മാനേജ്മെന്റ് എടുത്തതാ. ഏതാണ്? അതിലെല്ലാം കംപ്ലീറ്റ് മിസ്സേ.
ഓക്കേടാ, സ്കൂൾ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആണ്. ഇനി മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങില് ഞാൻ പറയുന്ന ചാപ്റ്റേഴ്സ് ആണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ജിഷ ടീച്ചർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടെൻഡൻസി ഓഫ് മാൻ മിക്കവാറും അത് ടീച്ചർ അല്ലെങ്കിൽ ഞാനായിരിക്കും എടുക്കുന്നത്. ദെൻ മോണ്ടിസോറി ടേംസ് ജിഷ ടീച്ചർ ആയിരിക്കും. 3 ചാപ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് ആകാൻ ഉള്ളത്, 3 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ആകാനുള്ളത്. സോ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂള് 1 എക്സാം ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. മൊഡ്യൂൾ 1 ആൻഡ് ഇംഗ്ലീഷ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും കേട്ടോ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്മളോട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചിലപ്പോൾ ഞാൻ ടെൻഡൻസി ഓഫ് മാൻ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞാൻ എടുത്ത 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, 3 ചാപ്റ്റർ ഏതൊക്കെയാണ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, ദെൻ സൊസൈറ്റി ഓഫ് കൊഹീഷൻ, മൊമെന്റ്സ്. ഈ 3 ചാപ്റ്ററും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് മനസ്സിലായത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ഓൺ വേർഡ്സ്, മലയാളം ഓർ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഓൺ വേർഡ്സ് ഈ 3 ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതൊന്ന് എഴുതണം എന്റെ നോട്ട്ബുക്കിൽ. മനസ്സിലായോ മാം? സെപ്പറേറ്റ് ആയിട്ടാണോ എഴുതേണ്ടത്? സെപ്പറേറ്റ് ആയിട്ട് 3 പാരഗ്രാഫ് പോലെയോ അല്ലെങ്കിൽ 3 പേജോ 3 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ മാം, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ആ ഫ്രെയിമിൽ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ സിബ് വെക്കുന്നതൊക്കെ? ഈ തെർമോകോൾ വെച്ച് ചെയ്തത് കുഴപ്പമുണ്ടോ? തെർമോകോൾ വെച്ചിട്ട് മാമിന് കാണിക്കട്ടെ? കാണിച്ചോടാം. മാം കാണുന്നുണ്ടോ? തെർമോകോൾ വെച്ചാ ചെയ്തിരിക്കുന്നേ. ആണോ? ആ, തെർമോകോൾ വെച്ചിട്ട് സിബ് തുറക്കുന്ന വിധം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. നമ്മളത് അതുപോലെ തന്നെയാണ് ബട്ടണിലും ചെയ്തിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. നല്ലതാടാ. അത് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റണം. പുറത്തേക്കൊക്കെ പോകുമ്പോ പെട്ടെന്ന് ചീത്തയാവാൻ പാടില്ല, അതുകൊണ്ടാ. മാം, ആ കളേഴ്സിന്റെ ഇതുപോലെ ഇങ്ങനെ കിട്ടിയ കളേഴ്സ് മാത്രം വെച്ച് ചെയ്തതാണേ. ഓക്കെ, ഇത് ഇത്രേ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ പോരെ ചെയ്തത്? മതി മതി. അതൊരു ബോക്സിൽ വേണം കേട്ടോ. ആ, അത് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതിലേക്ക് ഇത് ഇങ്ങനെ ചെരിച്ചിങ്ങനെ വെച്ചു കൊടുത്താൽ മതിയല്ലോ. 17 കളർ കിട്ടിയിരുന്നു. ഓക്കേടാ. ഓക്കെ മാം. ഓക്കെ, ബാക്കി ഉള്ളവര് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ പിങ്ക് അവർ കൂടി നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ചെറിയ മക്കളുള്ളവര് അത് ചെയ്യിപ്പിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പൊ അവർക്ക് അത് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്കൊരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഒരു ഡെമോ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറയുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ സൈൻ ഔട്ടും പ്രിപ്പയർ ചെയ്ത് വന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ. ഞാൻ മോഡൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വരട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മാം. Thank you, ma'am.